വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കുട്ടിക്കുറുമ്പിന്റെ പൂമ്പാറ്റ കൂട്ടിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. സ്വരസന്ധ്യയിൽ രാഗവിരുന്നു പകരാൻ പ്രേക്ഷക മനം കീഴടക്കിയ ആലപ്പുഴക്കാരി വെൽക്കം വൈഗാലക്ഷ്മി ഓൺ സ്റ്റേജ്. ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലേ? അതെ. ഓ ദീപങ്ങളും എം ജി അങ്ങളും കുറച്ചിട്ട് അതെ സെയിം പിഞ്ച്. മധുവങ്ങളും വൈകക്കുട്ടിയും സെയിം പിഞ്ച്. അനുചേച്ചി എല്ലാവരുടെ ഉണ്ട്, റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഞാൻ എപ്പോഴും എല്ലാരോടും ചേർച്ചയാ. അതെ. താങ്ക് യു. അപ്പൊ അങ്ങനെ ഒരു ഫയറി സോങ് ആണോ? ബന്ധു ആര് ശത്രു ആര്? ആരാ ബന്ധു? ഞാനോ? അല്ല, ശത്രു. അല്ല, ശത്രു ഉണ്ടോ സത്യത്തില്? ഇല്ല. അത് നല്ല കാര്യം. ഇത് എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പി സാർ. അല്ലാതെ ആരെഴുതി? ഈ സിനിമ ഫുൾ ശ്രീകുമാരൻ തമ്പി സാർ. അദ്ദേഹമാണ് ഡയറക്ട് ചെയ്ത്. അറിഞ്ഞൂടെ? അപ്പൊ ആരാ മ്യൂസിക്? ശ്രീകുമാരൻ തമ്പി സാർ. പ്രൊഡക്ഷൻ, ഡയറക്ഷൻ ശ്രീകുമാരൻ തമ്പി സാർ. നമ്മളുടെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി എന്നെ വിളിച്ചു. അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ. അദ്ദേഹം ഈ ഷോന്റെ വലിയൊരു ഫാനാണ്. അദ്ദേഹം ഫുൾ ടൈം ഐ തിങ്ക് സീസൺ 1 തൊട്ട് കണ്ടുവരുന്ന ഒരു വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യൂവറാണ്. അദ്ദേഹത്തിന് കണ്ടിട്ട് ഇന്നലെ പ്രത്യേകിച്ച് എന്നെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് ഇന്നലത്തെ എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി നമ്മുടെ പൂജ മോള് വന്നില്ലേ, എന്നടുത്ത് വെച്ചു ഒരു കുട്ടി പെട്ടെന്ന് പുറത്തുനിന്ന് വരുമ്പോഴേക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല, വളരെ നാച്ചുറൽ ആയിട്ടാണ് ആ കൊച്ചു പറയുന്നതും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതും എല്ലാം. പിന്നെ അദ്ദേഹം എല്ലാവർക്കും അന്വേഷണം പറഞ്ഞു. സ്പെഷ്യലി ഇതിൻ്റെ പ്രൊഡ്യൂസർ സിന്ധുവിൻ്റെ അടുത്തും പറയാൻ പറഞ്ഞു. സിന്ധുവിൻ്റെ ജോലി വളരെ അതിമനോഹരമായിട്ടാണ് ചെയ്യുന്നതെന്ന് വലിയൊരു കയ്യടി സിന്ധുവിന് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ സ്പെഷ്യൽ മെൻഷനാണ് അദ്ദേഹം പറഞ്ഞത്. സ്പെഷ്യലി മധുവിൻ്റെ തല പെട്ടെന്ന് മാറ്റി ഷാറൂഖ് ഖാന്റെ തലയായപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ എഡിറ്റർ എന്ന് പറയുന്ന ഒരാൾ ഒരു സൂപ്പർ സ്റ്റാർ എഡിറ്റർ ആണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എഡിറ്ററിന് വലിയ കയ്യടി അശോകൻ ചേട്ടൻ പ്രത്യേകിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഈ 4 കുട്ടികൾ പാടിയതില് ഈ 4 കുട്ടികൾക്കും ഗോൾഡൻ ക്രൗൺ കിട്ടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ടോപ്പ് സിംഗറിന്റെ ഇത്രയും വർഷത്തെ നീണ്ട 3 വർഷത്തെ ഇതിനകത്ത് യാത്രയിൽ ആദ്യമായിട്ടാണ് 4 കുട്ടികൾക്കും ഗോൾഡൻ ക്രൗൺ കിട്ടുന്നത്. ഒരാള് മധുവിനെ ഷാരൂഖ് ഖാൻ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് മധു അങ്കിളിനെ ഷാറൂഖ് കൃഷ്ണൻ കറക്റ്റ് ആയിട്ട് വിളിക്കേണ്ട പറഞ്ഞില്ല. ഷാരു തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ശത്രുവാരെ ബന്ധനത്തിൻ നോവറിയും കിളിമകളെ
ശത്രുവാര് വൈക എന്തോ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി മോളെ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. കാരണം വേറൊന്നുമല്ല, മോടെ ഇമ്പ്രൂവ്മെന്റ് ഇതിനകത്ത് അറിയാനുണ്ട്, ഇന്ന് പാടിയതിന്. കാരണം വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് വന്നിരിക്കുന്നു. പാടിയതും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പാടിയത്. ബന്ധുവാര് ശത്രുവാര്, തുടക്കത്തില് ആ ശത്രുവിനെ ഇഷ്ടപ്പെട്ടില്ല മോക്ക്. അത് കാരണം അവിടെ ഇച്ചിരി ശ്രുതി, നീ ഇത്തിരി ശ്രുതി കുറച്ച് നീ വെച്ചോണ്ടാ മതി ശത്രുവിൻ്റെ അടുത്ത്. ബന്ധുവാര് കറക്റ്റായിട്ട് മനസ്സിൻ കണ്ണാടി പഴമൊഴി എന്ന് പാടില്ലേ? പഴമൊഴി രണ്ടാമത്തെ പ്രാവശ്യം മാത്രം ഒരു ചെറിയത്, അതൊന്ന് പാടാവുന്നു. മനസ്സിൻ കണ്ണാടി മുഖം, മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി, മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി. നന്നായിരുന്നു. അപ്പൊ ഒരു ചെറിയൊരു ഇത് വന്നു, കുഴപ്പമില്ല, നന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കരിബോ കലക്കി കേട്ടോ, എന്താ സംഭവം, എന്താണ് ഹൃദയത്തിൽ തട്ടി കേട്ടോ വായിച്ചത്, നന്നായിരുന്നു, പറയേണ്ട കാര്യമില്ല. ടോപ്പ് ബാൻഡ് ഈസ് ടോപ്പ് ഓൾവേസ്. എല്ലാ സത്യങ്ങളും വളരെ പരമാർത്ഥമായിട്ട് എഴുതി തമ്പിച്ചേട്ടൻ വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് ഏത് ഭാഷയിൽ ഇറക്കി കഴിഞ്ഞാലും അത് സത്യമായിരിക്കും. ആദ്യത്തെ 2 വരിയിൽ തന്നെ ഉണ്ട്, ബന്ധുവാര് ശത്രുവാര്. ബ്യൂട്ടിഫുൾ, എ ഗ്രേറ്റ് മാൻ, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മോളിന്ന് പാടിയത് അതിമനോഹരമായിട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. താങ്ക് യു. ഈ പാട്ടില് ആക്ച്വലി ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ലിറിക് റൈറ്റർ തന്നെയാണ് ഇത് കമ്പോസും ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം എന്താണ് വരികളിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഇമോഷൻ, അത് വേറൊരു കമ്പോസറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അദ്ദേഹം അത് വരുത്തേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ ഇതെല്ലാം ഈ ബന്ധുവാണ് ശത്രുവാണെന്ന് പറയുമ്പോൾ അത് ഒരു ലോ പിച്ചിൽ അത് പാടി, പിന്നെ ഓരോ എന്താ പറയണ്ട, ആ റിലേഷനിൽ വരുന്ന ഓരോ ക്രൈസിസും കാര്യങ്ങളാണ് ഹൈ പിച്ചിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ തിരിച്ച് ബന്ധുവാണ് ശത്രുവാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഒരു കമ്പോസേഴ്സ് പോയിന്റ് നോക്കുമ്പോൾ ഈ പിച്ചാണ് ഇതിന് പെർഫെക്റ്റ്. അപ്പോൾ മോൾ ഈ പിച്ച് കുറച്ചും കൂടിയും സ്റ്റേബിൾ ആയിട്ട് പാടിയിരുന്നെങ്കിൽ നന്നായനെ. അതായത് ബന്ധു ആര് ശത്രു ആര്, ആ രിലാണ് മോള് കുറച്ചൊന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് ശ്രുതി ശുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടും. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പാട്ടിന് നമുക്ക് കൊള്ളുന്ന സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വൈക മോള് പോകുന്ന ട്രാക്ക് വെരി വെരി എന്താ പറയുക സേഫ് ആണ്. മോൾ ആദ്യം വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ അഹെഡ് ആണ് ഇപ്പം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്ക് വയ്യ, അത്രത്തോളം നല്ലോണം പാടി കേട്ടോ. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഈ പാട്ട് കേൾക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മുടെ പൊട്ടാസ് അനന്യ പാടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മകളൊക്കെ വന്നു. അപ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും പക്വതയോട് പാടാൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു പ്രയാസമാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാറ്റ് കമ്പോസർ അല്ലേ. പക്ഷെ ഈ ഇത് കേട്ടപ്പോൾ ത്യാഗരാജർ ഒരു പാട്ടുണ്ട് ഹരികാംബോജിയിൽ,
അപ്പോൾ അവർ പറയുന്നത് എന്തൊക്കെ നിർദ്ദയ. അപ്പോൾ ത്യാഗരാജ രാമരോട് അന്വേഷിക്കുന്നു, എല്ലാവർക്കും അനുഗ്രഹം തരുന്ന ആ രാമർ എനിക്ക് മാത്രം എന്തിനെ എന്നെ കാണുന്നില്ല. അപ്പോൾ പറയുമ്പോൾ ഒരു ചരണത്തിൽ പറയുന്നു, ശത്രുല മിത്രുല സമമുഖ ജോചനി എന്തുക്കോ എന്ന് പറഞ്ഞാൽ ഈ ശത്രു മിത്രുവിനെ സമം പോലെ രാവണനും അങ്ങനെ അനുഗ്രഹിച്ചു, പിന്നെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു എന്ന് മാത്രം ഒരു ബന്ധുവിനെ പോലെ നോക്കാതെ ഇങ്ങനെ അതെ അതെ. അപ്പൊ എനിക്ക് അപ്പൊ ആക്ച്വലി പറയണെങ്കിൽ ശത്രു മിത്രം ഒന്നുമില്ല, എല്ലാവരും ഒന്നുപോലെ തന്നെയാണല്ലേ കോൺസെപ്റ്റ്. അപ്പൊ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. അതൊക്കെ സിന്ധുഭൈരവി രാഗം പാടിയ എനിക്ക് ചിത്ര ചേച്ചി പാടിയ പാട്ടാണ് ആ ശ്രുതി തന്നെ. നാനൊരു സിന്ധ് കാവടി ചിന്ത്, നാനൊരു സിന്ധ് കാവടി ചിന്ത്, രാഗം പൊറിയവില്ല, ഉള്ള സോகம் தெரியவில்ல, தந்தை இருந்தோம் தாயும் இருந்தோம் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. ആ പാട്ടാണ് എനിക്ക് ഒരുപാട്, ഓഫ്കോഴ്സ് രാജാ സാർ ഒരുപാട് പാട്ടുകൾ വേറെ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട് സിന്ധുഭൈരവിൽ. എന്നാലും മോള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വൈകക്കുട്ടി എന്തോ സൂപ്പറായിട്ട് പാടി മോള് കേട്ടോ, വളരെ മനോഹരമായിട്ട് പാടി. വളരെ ഒരു വലിയൊരു ചേഞ്ചാണ് മോൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് പെർഫോമൻസ് ആയിട്ട് ഉള്ളത്. വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, പ്രത്യേകിച്ച് ശ്രുതിയുടെ കാര്യത്തിൽ. നേരത്തെ മോൾ അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞത് ശ്രുതിയുടെ പ്രശ്നമാണ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അതിപ്പോൾ കുറേയൊക്കെ സ്റ്റഡിയായി. അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിനും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിന് കേട്ടോ, അതിനുവേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള് പാടിയത്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഈ ശ്രീകുമാർ നമ്പി സാറാണല്ലോ ഇത് ഡയറക്ഷൻ പ്രൊഡക്ഷൻ എല്ലാം. അദ്ദേഹം ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പാട്ട് ഇപ്പോൾ മോള് പാടിയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ട് ധ്വനി സിനിമയിൽ നൗഷാദ് സാർ സംഗീതം ചെയ്ത രതിസുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലകാരൻ, രതിസുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലകാരൻ, കലകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലകാരൻ. ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ അതുകൊണ്ട് ദേവരാജ മാഷ് ചെയ്തിട്ടുണ്ട് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇഷ്ടം പോലെ പാട്ടുകൾ. രാജാ സാറിന്റെ തന്നെ കൊഞ്ചിക്കരയല്ലേ, കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ അതെ, ഇളമനമുരുകല്ലേ. കേട്ടിട്ടില്ലേ ഈ പാട്ടൊക്കെ? എന്തായാലും വളയോ സൈകളകൾ, അതെ, സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് എല്ലാം. അപ്പൊ മോൾക്ക് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു മോളെ. ഓൾ ദ ബെസ്റ്റ്. വൈകക്കുട്ടി ഇത്രയും പാട്ടുകളൊക്കെ കേട്ടല്ലോ, ഒരു അടിപൊളി പാട്ട് പറയാം സിന്ധുഭൈരവി. ഓക്കെ, 1 അയ്യോ അങ്ങനെ 2 അടിപൊളി അടിപൊളി. ഇത് എസ് ബാലകൃഷ്ണൻ സാർ ചെയ്തു. അപ്പൊ സിന്ധുഭൈരവിയിൽ നമുക്ക് അടിപൊളിയും ചെയ്യാം, അടിച്ചു പൊളിയും ചെയ്യാം, സങ്കടപ്പാട്ടും ചെയ്യാം, എന്ത് വേണേ ചെയ്യാൻ പറ്റുന്ന ഒരു പാവം രാഗമാണ് കേട്ടോ സിന്ധുഭൈരവി. അതിനെ വഴക്ക് പറയരുത് കേട്ടോ. അതിന് ശത്രു ബന്ധു ഒന്നുമില്ല, എല്ലാ ബന്ധുവും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ തമ്പിച്ചേട്ടന് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങളെല്ലാം ഹരിപ്പാട്ടുകാരാണ്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് തമ്പിച്ചേട്ടൻ്റെ ഞങ്ങളുടെ കുടുംബ വീട്. അവിടെ എന്താണ് ആഹാരം വെക്കുന്നത്, ചിലപ്പോൾ അവിടെ ഇവിടെ ഒന്നും വെച്ചില്ലെങ്കിൽ അവിടുത്തെ ആഹാരം ഇവിടെ വരും. ഇവിടെ എന്താണ് വെക്കുന്നത്, ഇതെല്ലാം അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിച്ചതാണ് തമ്പിച്ചേട്ടൻ. എൻ്റെ ചേട്ടൻ എം ജി രാജേഷൻ, തമ്പിച്ചേട്ടൻ്റെ ചേട്ടനുണ്ട്. എനിക്ക് പറയാനുള്ളത്, തമ്പിച്ചേട്ടൻ എന്നും സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ടോപ്പ് സിംഗർ. മിക്കവാറും വിളിക്കാറുണ്ട്, പറയും
എല്ലാ കമൻസ് നമ്മൾ പറയുന്നതിനെക്കാട്ടി കൃത്യമായിട്ട് തമ്പിച്ചേട്ടൻ പറയും. കാരണം ആ കൊച്ചിങ്ങനെയാണ് പാടിയത്, നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞ്, കുറച്ചുകൂടെ മാർക്ക് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വേണ്ടായിരുന്നു എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരു ഗ്രേറ്റ് പോയറ്റാണ് തമ്പിച്ചേട്ടൻ. എനിക്ക് തമ്പിച്ചേട്ടൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് പറയാനുള്ള, തമ്പിച്ചേട്ടൻ ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീഡിയോ അയച്ചു തരാം പ്ലീസ്. തമ്പിച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ട്രെൻഡ്, ഇപ്പം ഈ കുട്ടികൾ പാടുന്നതിനെ കുറിച്ചുള്ള ഒരഭിപ്രായം പ്ലീസ്, ഒരു വീഡിയോ. അപ്പോൾ മാർക്ക് അറിയണ്ടേ? വൈഗക്കുട്ടിക്ക് ഞാൻ ഇന്ന് തരുന്ന മാർക്ക് 8.75. താങ്ക് യു സർ. പിടിച്ചോ 8. താങ്ക് യു സർ. മധുവേട്ടനും ഞാനും ഒരുമിച്ച് 8.75. താങ്ക് യു. 25.5 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. താങ്ക് യു. അതായത് വൈഗമോൾക്ക് ഇന്ന് കിട്ടുന്നു എക്സ്ട്രീം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ബന്ധുപ്പൂക്കുറ്റി വേണോ ശത്തപ്പൂക്കുറ്റി വേണോ? ബന്ധുപ്പൂക്ക്. ആടി ഒരു ബന്ധുപ്പൂക്കുറ്റി. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. താങ്ക് യു. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 90+ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് പരീക്ഷാ പേടിയൊക്കെ മറികടക്കാനും എക്സാമിന് മാനസികമായി തയ്യാറെടുക്കാനും 90+ലെ പുതിയ അപ്ഡേറ്റുകൾ സഹായിക്കുന്നു. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. ശ്രുതിലയ വിരുന്നിൽ സ്നേഹരാഗവുമായി നമ്മുടെ കോഴിക്കോട്ടുകാരി ദേവൂട്ടി. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. പറന്നു വരുന്നു. അതെ, ചിറകൊക്കെ ഉണ്ടല്ലോ. അതെ, എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് സോങ് ആണോ? ചേച്ചി എന്തോ കടങ്ങൊക്കെ നോക്കി നോക്കിയപ്പോ ഫുൾ ആയിരുന്നില്ല. ഓ മൈ ഗോഡ്. സുബ്ബുവേ, എന്തുണ്ട്? കണ്ടില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയോ? എവിടെ? കോഴിക്കോട്. അവിടെയല്ല. കോഴിക്കോട്. അല്ല, അവിടെ കേറിയില്ലേ ഒന്ന്? ഇല്ല, അവിടേക്ക് പോയില്ല. അവര് വിളിച്ചില്ലായിരുന്നോ? ഞാന് സുഖമില്ലായിട്ട് പോയതാ, അതുകൊണ്ട് ആരും അറിയിച്ചില്ല. അറിയിച്ചു. ഇപ്പൊ ശരിയാണ്. സുഖമില്ലാതെ പോയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാറിന് കുതിരവട്ടത്തൊരു വിസിറ്റ് ഉണ്ടല്ലോ. ആ സുഖമല്ല. അല്ല, എന്തായാലും ഒരു അവരെന്തോ പിന്നെ ഇതിടാൻ പോയ എന്തോ ഹാരോ എന്തോ ഉണ്ടെന്ന്, എന്തോ സ്വീകരണം തന്നില്ലേ കുതിരവട്ടത്ത്? ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അവര് വിഷമിച്ച് കാണുമല്ലോ. കഷ്ടം. ഏത് പാട്ടാണ്? യമുനെ നീ ഒഴുകൂ. യമുനെ നീ ഒഴുകൂ. സലിൽദ. ആഹാ, പ്രാന്ത് പിടിക്കുമ്പോ താങ്ക് യു.
ദേവനന്ദക്കുട്ടി ആ സൂപ്പർ ആയിരുന്നു മോളെ, വളരെ നന്നായിട്ട് പാടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ് പാടാനായിട്ട്. അത് മോള് വളരെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. സർ ധനുമാസ പൂവിന് അത് ആ ഭാഗമില്ലേ, അത് മാത്രം എനിക്കൊരു രാവിലെ പല്ലവി, സോറി, അതിന്റെ പല്ലവി പാടിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് പാടാമോ പല്ലവി? യമുനേ 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 നീയൊഴുകൂ യാമിനി യദുവംശമോഹിനി ധനുമാസപൂവിനു ധനുമാസപ്പൂവിനു ധനുമാസപൂവിനു പോകും യാമം. അപ്പൊ എനിക്ക് ആ പൂവിനെന്നുള്ളിടത്തും ധനുമാസ്, അതൊരു ഒരു മോഡുലേഷൻ ഉണ്ട്, അതിന് ഒരു ഡൈനാമിക്സ് ഉണ്ട്, അതൊക്കെ വരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഈ പാട്ട് സെലക്ട് ചെയ്തതിനും ഇവിടെ വന്ന് പാടിയതിനും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു കേട്ടോ. ഇത് ആരാണ് ഇത് സെലക്ട് ചെയ്തത് ഈ പാട്ട്? അച്ഛൻ. അച്ഛനാണ്. അപ്പൊ അച്ഛനാളൊരു മിടുക്കനാണല്ലോ. അച്ഛന് സലീൽദയുടെ സോങ്സ് ഭയങ്കര ഇഷ്ടം. ആണോ? ശ്രീകുട്ടൻ ചേട്ടനെ പോലെ. ശ്രീകുട്ടൻ ചേട്ടൻ മാത്രമല്ല, നമ്മളെല്ലാവരും അതെ കേട്ടോ. പക്ഷെ ശ്രീകുട്ടൻ ചേട്ടന് കുറച്ചൊരു ഗ്രേഡ് കൂടുതലാണ് ആ കാര്യത്തിൽ. എന്തായാലും മോള് വളരെ നന്നായിട്ട് പാടി. ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ദേവനെന്താ മോള് ഇന്ന് ആക്ച്വലി ഈ പാട്ട് എടുത്തത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്, ഒരു സംശയമില്ല. കാരണം ഇത് കേൾക്കാൻ വളരെ സൂതിങ് ആണെങ്കിലും ഇത് പാടാൻ തുടങ്ങിയ പാടുപെടുന്ന ടൈപ്പ് ഒരു പാട്ട് തന്നെയാണ്. ഇത് മോൾ ഇത്രയും രസമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കാരണം മോളുടെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ്. ഒരു രക്ഷയില്ല മോളെ, ഉഗ്രനായിട്ടാണ് മോള് പാടിയത്. മോള് അത്ര എക്സ്പെർട്ടീസ് മോൾക്കുണ്ട്. അതായത് ഇത്രയും ചലഞ്ചിങ് പാട്ടുകൾ എടുത്താലും നോട്ട്സിന്റെ ഇടയിൽ കൂടി അത് ആ ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ മോൾക്ക് പാടാനുള്ള ഒരു ലെവലിലേക്ക് മോളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോൾ ഈ പാട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഈ മോളുടെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണ് ഇത് പാടുന്നതെങ്കിൽ ഇത്രത്തോളം എത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു കുട്ടികളെടുത്ത് നമുക്ക് ഈ പാട്ട് കേട്ട് ശീലമില്ല, വളരെ റയറായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് മോള് നന്നായിട്ട് തന്നെ ചെയ്തു. ഈ പാട്ട് എടുത്തത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ മോള് എപ്പോഴും എടുക്കുന്ന പാട്ടുകൾ ഇത്രയും ചലഞ്ചിങ് ആണ്. എനിക്ക് പേഴ്സണലി ആഗ്രഹം, ഇപ്പം ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇപ്പം മോള് കൊണ്ടുവരുമ്പം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ അല്ല, ഒന്ന് കുറച്ച് കൂട്ടി പറഞ്ഞ് നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് മോളുടെ കാര്യത്തിൽ. ദേവനെന്താ അത് എടുത്തോളും, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുറേ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അതല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദേവനന്ദ ഷോണർ അല്ലാത്ത ടൈപ്പ് ഒരു പാട്ട് കേൾക്കാനാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ദേവനെന്താ ചെയ്തോ എന്ന് പറയുന്ന സംഭവമില്ലേ, അതുപോലത്തെ ഒരു സംഭവം വൈകാതെ തന്നെ വരട്ടെ. ഓക്കെ, ഇത് സൂപ്പർ, നോ ഡൗട്ട്. ദേവനന്ദ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉഗ്രൻ പാട്ട് സെലക്ഷൻ ആണ്. പക്ഷെ ഇത് വലിയ പ്രയാസം കേട്ടോ. എസ്പെഷ്യലി ആ ലാസ്റ്റ് ആ പാടിയല്ലേ, അത് ഉഗ്രനായിരുന്നു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ഇത് ജാനകി അമ്മ പാടിയ പാട്ടല്ലേ? ജാനകിയമ്മയും ദാസേട്ടനും അതറിയാം. പക്ഷെ എനിക്ക് വാണിയമ്മയുടെ ശബ്ദമാണ് കൂടുതൽ അങ്ങനെ ഫീൽ ചെയ്ത് ഒരുപാട്. എസ്പെഷ്യലി ആദ്യമല്ലേ നീ ഒഴുകൂ, അത് പാടിയപ്പോ എന്തോ ഒരു വാണിയമ്മയുടെ ഫീലാണ് പ്രത്യേകിച്ച്. ഒന്നുകൂടി കേൾക്കാമോ? ഓക്കെ, ആ ടോൺ അല്ലേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ടോണില്. നമ്മള് ഈ ടെമ്പോ അല്ലേ, അത് അനുപല്ലവിയിൽ മാത്രമല്ല ചരണത്തിലും ആ ഫാസ്റ്റ് സെക്ഷൻ വികാരങ്ങൾ അത് തുടങ്ങിയപ്പോൾ അതിൻ്റെ എന്തോ അതിൻ്റെ കൂടെ ഒരു ചേരായ്മ എനിക്ക് ഫീൽ ചെയ്തു. അത് അവിടെ ടെമ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ ദേവനന്ദ പോയിക്കൊണ്ടിരിക്കുന്നു, രണ്ടുപേരുടെ വഴി പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് എവിടെയോ അത് എന്തോ ഒരു ചേർച്ചയില്ല എന്ന് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ഗ്രൂവ് ഉണ്ടാവുമല്ലേ, ആ തബല വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒന്ന് സിറ്റ് ആവുന്നില്ല എന്ന് തോന്നി എനിക്ക്. ഒന്നുകൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി അത് ഇനി വെച്ചാൽ അതിൽ സംഗതികളുണ്ടല്ലേ, അപ്പോൾ ഈ ബ്രെത്തിന് വേണ്ടി കുറച്ചൊന്ന് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അത് ബാക്കിയുള്ള ലൈൻസ് കുറച്ച് ഇവിടെ ആവുന്നു. അതാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ചരണത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം പാടി കേൾപ്പിക്കാമോ? മതം കൊണ്ടു നിന്റെ ലജ്ജ പൂവണിഞ്ഞിടുമ്പോൾ, മദനന്റെ ശരണങ്ങൾ മനസ്സു പൊതിഞ്ഞിടുമ്പോൾ, മതം കൊണ്ടു നിന്റെ ലജ്ജ പൂവണിഞ്ഞിടുമ്പോൾ, മദനന്റെ ശരണങ്ങൾ മനസ്സു പൊതിഞ്ഞിടുമ്പോൾ,
മഞ്ചം വിരിക്കു നീ അഷ്ടപതി പാട്ടൊഴുകും രാവിൽ അല്ലിത്തളിർ മഞ്ചം വിരിക്കു നീ മനോഹരി സ്വർഗ മനോഹരി ആ ആ ആ ആ. സബാഷ്. ഇപ്പൊ പാടിയപ്പോ ഈ കൂടുതൽ സംഗതിനെ വളരെ വലിപ്പിക്കാതെ പെട്ടെന്ന് പാടിയല്ലേ, അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി, അടിപൊളിയായി. ഇപ്പൊ പാടിയപ്പോ Thank you. മനസ്സിലായല്ലേ? ഉം. അത് ചിലപ്പോ എല്ലാവർക്കും അങ്ങനെയാണ്. പ്രൊഫഷണൽസ് ആയിട്ട് നമ്മള് സംഗതികൾ ചിലപ്പോ വളരെ ആസ്വദിച്ച് പാടുമ്പോ അത് കുറച്ചൊന്ന് നമ്മൾ വലിച്ചു പാടും. അപ്പൊ നെക്സ്റ്റ് ലൈൻ ഇങ്ങനെ ഇടക്ക് മുടക്കായിട്ട് നമുക്ക് കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ട്. പക്ഷെ ഇപ്പൊ പാടിയപ്പോ അസലായിട്ട് പാടി. Thank അതെ. you. പക്ഷെ ഈ ഒരു സംഗതി അല്ലേ, അതെവിടെയാണ് വരുന്നത് ആ ഒരു സംഗതി? പല്ലവി. ആ പല്ലവി, അതൊന്ന് പാടാം. ധനുമാസപ്പൂവിനു പോകും യാമം. ആ അത് കേട്ടിട്ട് എനിക്ക് ദാസേറ്റം പാടി തമിഴ് പാട്ട് ഒരു ഹരികാമ്പതിയിൽ വളരെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. പഴമുതിർച്ചോலை எனக்காகத்தான் படைத்தவன் படைத்தான் அதற்காகத்தான். അതിൽ ചരണത്തില് ഈ സംഗതികളൊക്കെ വരാറുണ്ട് കേട്ടോ. അറിയാമോ മധു? ആ ഒന്ന് പാടാമോ? தூரத்தில் போகின்ற மேகங்களே தூரல்கள் போடுங்கள் பூமியிலே வேல் கொண்ட பூஜோலை நீர் கொண்டு ஆட ஏரியில் மீன் குத்தும் நாரைகளே இறகுகள் எனக்கில்லை தாருங்களே ஊர் விட்டு ஊர் சென்று காவியம் பாட பறவைகள் போனா பறந்திட வேண்டும் பனிமலை மேல் நான் மிதந்திட வேண்டும் ஏதோ ஒரு போதை மனம் கொண்டாடுதே பழமுதிர் சோலை எனக்காகத்தான் படைத்தவன் படைத்தான் அதற்காகத்தான். സബാഷ്. അതുകൂടാതെ ഇതുണ്ട് നിസഗമപനി സരഗാ ആരെ മിത്തുവാ जन्म जन्म से हम तो प्यासे आ संग मेरे गा नि सगमा पनी सरेगा. സുബു, ഓ, അതിൽ തന്നെ ഒരു വലിയ കൈയടി താങ്ക് യു സർ. എൻ്റെ ഫേവററ്റ് സലിതയുടെ പാട്ടെടുത്തതിന്. അതും വെരി ഡിഫിക്കൽട്ട് സോങ്. അത് മോള് നന്നായിട്ട് പാടിയ കുറേ സ്ഥലങ്ങളുണ്ട്. ആ തുളുമ്പുന്ന സോമരസത്തിനില്ലേ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു വലിയ Thank you, ഗൈഡ്. ഒരു രണ്ടുപേര് പാടി. തുളുമ്പുന്ന സോമരസത്തിൽ തളിർക്കൊമ്പിൽ നീട്ടിക്കൊണ്ടേ തേർത്തെളിക്കും പൗർണമാസി. വിലാസിനി സ്വപ്ന, അതിൻ്റെ ആ ഹമ്മിങ് ഇല്ലേ, അത് വലിയ പ്രയാസം. ഒരു കുട്ടിക്ക്, ഇത്രയും ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് പാടാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പുല്ലുപോലെ പാടി, ഒന്ന് പാടിക്കും. പുഷ്പം 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 പുഷ്പം. ദീപങ്ങളെ ചാടി എണീറ്റ് പുഷ്പം പുഷ്പം. വിലാസിനി സ്വപ്നവിഹാരിണി ആ ആ ആ ആ. ഇത് സൂപ്പറായിരുന്നു. താങ്ക് യു. അതുപോലെ അഷ്ടപതി പാട്ടൊഴുകും. ഉള്ള കറക്റ്റായിട്ട് നല്ല ഭാഗങ്ങൾ ആദ്യം ഞാൻ പറയാം. അഷ്ടപതി പാട്ടൊഴുകും, അതെന്ന് പാട്ട്. അഷ്ടപതി പാട്ടൊഴുകും രാവിൽ അല്ലിത്തളിർ മഞ്ചം വിരിക്കു നീ അഷ്ടപതി പാട്ടൊഴുകും രാവിൽ അല്ലിത്തളിർ മഞ്ചം വിരിക്കു നീ മനോഹരി സ്വർഗ മനോഹരി ആ ആ ആ ആ. സബാഷ്, 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 സബാഷ്. പിന്നെ ഇപ്പൊ പാടിച്ചതിനകത്ത് തന്നെ യാമം യദുവംശ മോഹിനി എന്നുള്ള ആ ഒരു സംഗതിക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. ഒന്ന് പാടിക്കും. യമുനേ നീയൊഴുകൂ യാമിനി യദുവംശമോഹിനി. മാവടെ യദുവംശമോഹിനി. അതാണ് യദുവംശമോ. ആ അത് തന്നെ. അങ്ങനെ വരട്ടെ, പോരട്ടെ പോരട്ടെ പോരട്ടെ. യദുവംശമോഹിനി മോഹിനി. മോഹിനി. കറക്റ്റ്. ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എല്ലാം നല്ലത് ഒരുപാടുണ്ട്. ഒരു 80% നല്ലതുണ്ട്, 20% അത് പോകും മോളെ. പോവാതെ ഇവിടെ പോകും. കാരണം ഇത്രയും ഒരു പാട്ടെടുത്തു കഴിഞ്ഞാൽ എന്തായാലും രണ്ടുപേര് പാടിയ പാട്ടല്ലേ, ഒറ്റയ്ക്ക് എടുത്ത് വെച്ച് സുബ്ബു ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ. അതെ അതെ. അതിന് വേണം, എന്ത് വേണം മീനുട്ടി? എന്താ വേണ്ടേ? അല്ല, ഒരു പൂമാല.
ആ പൂമാല കൊടുക്കാം. അതിന് ഞാനൊരു പൂമാല താങ്ക് യു. റെഡി? എന്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടേ, ദേവൂട്ടിയും കേട്ടോണേ. കേട്ടല്ലോ? ദീപങ്ങൾ ശ്രദ്ധിച്ചേക്കണം വളരെ. ഓക്കെ, നമുക്ക് വെച്ചടി കയറ്റം കിട്ടുന്ന ഒരു ജോലി. വെച്ചടി കയറ്റം കിട്ടുന്ന Come on. വെച്ചടി കയറ്റം കിട്ടുന്ന ഒരു ജോലി. പൈലറ്റ് അല്ല, ഇത് വെച്ചടി കയറ്റം. പൈലറ്റ് ഒറ്റ കയറ്റല്ലേ? അതാണ് തെങ്ങേറ്റം. കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ്, ഏറ്റവും കഷ്ടം പിടിച്ച ഒരു അക്ഷരം, ഒരു ഇംഗ്ലീഷ് അക്ഷരം. അതിന് ഭയങ്കര കഷ്ടമാണ്. ഒരു ശാപം കിട്ടിയ ഒരു അക്ഷരം. അത് ഇംഗ്ലീഷ് ആണോ മലയാളം? ഇംഗ്ലീഷ് ലെറ്ററാ? യെസ്. അല്ല. എന്താ അതിങ്ങനെ ഇരിക്കുന്നോണ്ടാ? ആന്നല്ല. ക്യൂ ആണോ? ചേച്ചി യു ടു കറക്റ്റ്. ഞാൻ മനസ്സിൽ ആലോചിച്ചു ക്യൂ. പക്ഷെ പുറത്തേക്ക് വന്നില്ല. ക്യൂ എന്തുകൊണ്ടാ കഷ്ടം എന്ന് പറയണത്? അതിന് ക്യൂ അല്ലേ ഫുൾ ടൈം? അത് ക്യൂ നിക്കല്ലേ അവിടെ? ഓ, അത് കഷ്ടമാണ്. ക്യൂ നിൽക്കുന്ന പിന്നെ കഷ്ടല്ലേ? എന്നിട്ട് എന്നെ പറയാ, ഞാൻ ആലോചിച്ചിട്ട് അത് അനുചേച്ചി ജയിച്ചു. ഓക്കെ, അനുവിന്റെ അടുത്തൊരു ചോദ്യം. അനുവിന്റെ അടുത്തൊരു ചോദ്യം. അവിടെയാണ് എനിക്ക് വെള്ള കോഴി. സൈനബയുടെ ഇൻഷ്യൽ എന്താണ്? സൈനബയോ? സൈനബയുടെ ഇൻഷ്യൽ എന്താണ്? ഓ. അയ്യോ. നമ്മള് വിചാരിച്ചോലല്ല ഈ ഐറ്റം. വലിയ പുള്ളിയാ. ഓ സൈനബ. ശ്രീകുണൻ ചേട്ടൻ ഒരാളും കൂടി ഉണ്ട് ഇനിഷ്യൽ ആയിട്ടുള്ളത്. മൃദുല. പിന്നെ ഒരെണ്ണമുണ്ട് പ്രിയ. ഓ പ്രിയ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ എന്റെ പാട്ടുമില്ലേ, ഓ നരൻ. അതെ. ഓ നരൻ. MS സുബ്ബുവിന് ഞാൻ തരുന്ന മാർക്ക് 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. പിടിച്ചോ 8.5. താങ്ക് യു സർ. ഞാനും അനു കൂടി ചേർന്ന് മോൾക്ക് തരുന്നു 8.5 അഗൈൻ. താങ്ക് യു സർ. So 25.5 ഔട്ട് ഓഫ് 30. താങ്ക് യു. അപ്പൊ ദേവനന്ദക്ക് ഇന്ന് കിട്ടുന്നു എക്സ്ട്രീം. താങ്ക് യു. അടിയൊരു പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A Extreme. താങ്ക് യു. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ദേവോട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി ഒരുക്കിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in ലോഗിൻ ചെയ്ത് ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ബെസ്റ്റ് റേറ്റിൽ പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV, AC, ടാബ്ലറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും myji.in ലഭ്യമാണ്. ഗാഡ്ജറ്റുകൾ ബുക്ക് ചെയ്താൽ മണിക്കൂറുകൾക്കുള്ളിൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറി വഴി നിങ്ങളിലെത്തും. അത്യാധുനിക സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മൈജി കെയർ പദ്ധതിയും G.Protection, എക്സ്ചേഞ്ച് സ്കീം എന്നീ സൗകര്യങ്ങളും myji.in ലഭ്യമാണ്. കേരളത്തിലുടനീളമുള്ള മൈജിയുടെ 83 ഷോറൂമുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. മൈജി ഓൺലൈൻ, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. ഇതാരാണിത്? മാലാഖയോ? ഏഞ്ചൽ ആണോ? ഏത് പാട്ടാ മോൾ ഇന്ന് പാടുന്നത്? ഇന്ന് ഞാൻ പുഷ്പാഞ്ജലി എന്ന മൂവിയിലെ നക്ഷത്ര കിന്നരന്മാർ വരുന്നു വന്നു. വീണ്ടും തമ്പി സാറിന് വേണ്ടി അല്ലേ? സുശീലാമ്മയല്ലേ പറഞ്ഞപ്പോ എനിക്ക് ചെവിയില് സുശീലാമ്മ വന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. യാമിനി
അമൃതവർഷിണി, മോൾ ഇന്ന് കൊണ്ടുവന്ന സോങ് ഉണ്ടല്ലോ, ഈ സോങ് ശരിക്കും നമുക്ക് കുട്ടികൾ പാടി കേൾക്കുമ്പം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് മോൾ ഇന്ന് തന്നത്. അതിന് വലിയൊരു അപ്രിസിയേഷൻ. മോളുടെ സിംഗിങ് വളരെയധികം ഇപ്പം മെച്ചൂർഡായി തുടങ്ങി. ആദ്യം വന്ന മോളും ഇപ്പം മോള് കൈകാര്യം ചെയ്യുന്നതും, മോള് ഓരോ ചെറിയ ചെറിയ ഗമകങ്ങളും സംഗതികളും മോള് കൊടുക്കുന്ന ആ ഒരു ടച്ചസ് ഇല്ലേ, അത് അന്നും കൊടുത്തിരുന്നു, ഇന്നും തരുന്നുണ്ട്. പക്ഷെ അതിന്റെ എന്താ പറയുക, ബ്യൂട്ടി മാറി. പിന്നെ നിങ്ങൾ ഈ പഴയ പാട്ടുകൾ മാത്രം പാടുന്നതാണ് ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം പണ്ടത്തെ സോങ്സിൽ സെമി ക്ലാസിക്കൽ ടച്ചസ് കൂടുതലാണ്. പിന്നെ കോമ്പോസിഷൻ വൈസും വളരെയധികം എന്താ പറയേണ്ട റൂട്ടഡ് ആണ്. ഇന്നത്തെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആണ്. അപ്പം ഇന്നത്തെ പാട്ടുകൾ പാടാനായിട്ട് നിങ്ങൾ ഈ ഷോ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോഴേക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഈ പഴയ പാട്ടുകൾ കുറേ പാടിയതുകൊണ്ട് വളരെ സ്ട്രോങ് ആയി മാറുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. മോൾ ഇന്ന് പാടിയതും അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു, ഒന്നും തന്നെ പറയാനില്ല. എനിക്ക് മോളുടെ ആ ബ്രെത്ത് നോയ്സ് ഇല്ലേ, അത് എവിടെ പോയി ഇപ്പം? ഞാൻ കുറേ നോക്കി കണ്ടുപിടിക്കാൻ കിട്ടുന്നില്ല. അത് എന്ത് പറ്റിയതാ? അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ മൈക്ക് മാറ്റി പ്രാക്ടീസ് ചെയ്യും. ശ്വാസത്തിന്റെ ഒച്ച മൂക്കു കൂടി വിടാനും നോക്കും. വെരി ഗുഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മോൾ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. അമൃതവർഷിണി ഇന്ന് തകർത്തു, താങ്ക് യു. പൊളിച്ചടുക്കി, കസരി, കാച്ചിമുക്കി, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഈ കാത്തിരിപ്പല്ല ഈ പാട്ടിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കാത്തിരിപ്പ് അതായിരുന്നു. എപ്പോഴാണ് നമ്മുടെ അമൃതവർഷിണി ഇങ്ങനെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലേ, നമുക്കറിയാം കഴിവുള്ളതുകൊണ്ടാണ് ഇവിടെ അല്ലേ ഈ വേദിയിൽ. പക്ഷെ ഇന്ന് പാടിയപ്പോൾ അതിലൊരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു കാത്തിരിപ്പുണ്ട്, ലാസ്റ്റ് സംഗതിയല്ലേ, എത്ര ഒരു ഡെലിക്കറ്റായിട്ട് പാടിയ ഹൈനോട്ട്, അസാധ്യമായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് സുശീലമ്മ പാടിയ പാട്ട് തന്നെയാണ്, അറിയാം നമുക്ക്. പക്ഷെ എന്നാലും മോള് പാടിയപ്പോൾ മോളുടെ വോയിസിൽ അത് വേറൊരു രീതിയിൽ ഒരു മാലാഖിനെ പോലെ വേറൊരു ഏഞ്ചലിക്കായിരുന്നു അത്. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ആ ഇൻഡിവിജ്വാലിറ്റി, ആ തനിമ എപ്പോഴും അങ്ങനെ പിടിച്ചോട്ടെ. എനിക്ക് ഒരു പ്രാവശ്യം കൂടി ആ ഒരു സംഗതി കേട്ടാൽ കൊള്ളാം. അലിഞ്ഞു കനകപ്പൂന്തിങ്കൾ മറഞ്ഞു കാത്തിരിപ്പൂ രജനി അത് പാടുന്ന ഒരു സുഖമല്ലേ, അസാധ്യം മോള്. ഗോഡ് ബ്ലെസ് യു. ലവ്ഡ് ഇറ്റ്. അമൃതവർഷിണി കുട്ടി എന്താ സർ? വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. എനിക്കിന്ന് വളരെ സന്തോഷം തോന്നി മോളുടെ പാട്ട് കേട്ടപ്പോൾ. കാരണം വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് കണ്ടത്. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു പാട്ട്, ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. ഇതൊരു പാട്ട്. അത് കൂടാതെ നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, ഹൃദയത്തിൻ അൾത്താരയിൽ വന്നെൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. അമറൂട്ട്സിന്റെ ഇന്നത്തെ പാട്ടിന്റെ സെലക്ഷൻ അതെ അചിന്തനീയമായ സെലക്ഷനാണ്. കാരണം ഒരു റിയാലിറ്റി ഷോയിലും ഇതുപോലത്തെ പാട്ടുകൾ പാടി ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ ടോപ്പ് സിംഗറിൽ സീസൺ 2 എല്ലാവരും പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, കാരണം എങ്ങനെയാ നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ഇത്രയും പാടുന്നത്. വളരെ ഫാസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങൾ എന്ന് വെച്ചാൽ വിത്തിൻ 3 months 3.5 months 4 months ഇങ്ങനെ കയറി പോകുന്നു. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്.
പിന്നെ ഇന്ന് മോള് പാടിയത് ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സുശീലാമ്മയുടെ വോയിസ് അല്ല, മോടെ തനതായ ശൈലിയിൽ മോക്ക് പാടാൻ സാധിച്ചു എന്നുള്ള അതൊരു പൊൻതൂവലാണ്. ഈ പാട്ട് ചുമ്മാ പാടിയാൽ പോരാ, അതിൻ്റെ ഭാവം ഉണ്ടല്ലോ. ഓരോ വരികളിലും കൊടുത്തിരിക്കുന്ന, അതായത് സുശീലാമ്മ നൽകിയിരിക്കുന്ന ഭാവം, അത് വളരെ വ്യക്തമായിട്ട് മോള് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ശരത്കാല അതൊന്ന് പാടിക്കൂ. ശരത്കാലമേളയിൽ മുഴുകാൻ ശബാഷ്. മാത്രം വന്നില്ല, ആഹാ. കാത്തിരിപ്പൂ രജനി കാത്തിരിപ്പൂ. ആഹാ, ഇത് പറ്റൂല മോളെ. ഇത് ഇങ്ങനെ ഒരു കുട്ടി പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. എല്ലാവരും നന്നായിട്ട് പാടട്ടെ. എല്ലാവർക്കും മൂകാംബി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ അമൃത് സിംഗ്. ഓൾ ദി ബെസ്റ്റ്. കലക്കി മോളെ, കലക്കി കലക്കി ഉഴുതുമറിച്ച് കലക്കി കപ്പയിട്ട്. അയ്യോ, ശ്രീകുടൻ ചേട്ടന്റെ 11ാമത്തെ വയസ്സിൽ ശ്രീകുടൻ ചേട്ടൻ ഇങ്ങനെ പാടിയില്ല എന്നാ പറയുന്നത് അല്ലേ? ഇത്രയും സംഗതികളൊന്നും എനിക്ക് പാടാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു കോമ്പറ്റീഷൻ അന്നില്ലായിരുന്നു. 14 വയസ്സിൽ ഞാൻ എൻ്റെ SSLC ആയപ്പോഴാണ് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ വന്നത്. അന്നാണ് ആദ്യമായിട്ട് പാടുന്നത്. അന്ന് എനിക്ക് ഫസ്റ്റും കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ട്, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഇതായിരുന്നു അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സംഗതി. ഇനി എന്തെങ്കിലും സംശയം പറയാൻ വന്നേ? അല്ല, ഞാന് മോളുടെ ഈ പ്രായത്തിൽ ഇങ്ങനെ പാടിയെന്ന് പറഞ്ഞു. ശ്രീകുടൻ ചേട്ടന്റെ 11ാമത്തെ വയസ്സിൽ ഇങ്ങനെ പാടിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മോള് പാടിയത് മാതിരി ഒരിക്കലും ഇപ്പം 11 കഴിഞ്ഞു, 22 കഴിഞ്ഞു, ഇനി 44 ആയാലും പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. 44 കഴിഞ്ഞില്ലേ? ഇല്ല ഇല്ല, 44 ഇനിയുണ്ട് 22 വർഷം. അയ്യോ, തന്നെ 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 തന്നെ. ക്വസ്റ്റ്യൻ ഉണ്ട്. കേക്കട്ടെ? ഒരു ജിയും 4 ടീയുമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ഇല്ല, ഒരു ജിയും 4 ടീ ഉണ്ട്. ഗ്രീറ്റിംഗ്സ് അല്ല, 40 ഉണ്ട്. അത് ജി എവിടെ വരുന്നത്? 40 40 അല്ലേ? തരാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. MG അങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഇല്ല, അത് പറഞ്ഞു കൊടുക്കരുത്. 4T is 40. അങ്ങൾ ഇങ്ങോട്ട് നോക്കി, എന്നെ 40. ഞാൻ പറയാം, വെയിറ്റ്. 40 ജി 40. ഒറിജിനാലിറ്റി. അങ്ങോട്ട് ഇത്രയും നേരം നോക്കിയിരുന്നു. ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി വേണ്ട. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറയാം, ആ ഒറിജിനാലിറ്റിന്റെ വേറൊരു ഉത്തരമുണ്ട്. ഉത്തരം 48. അതില് 40 and 8 ഒരു ജി ഉണ്ട്. ഇത്ര വേണ്ടമ്മ എന്ന്. പതയുന്ന പൂവ്. ഷാംപൂ. ശരി, മാർക്ക് കേൾക്കാം. മോക്ക് ഇന്ന് തരുന്ന മാർക്ക് 9.75 out of 10. താങ്ക് യു സർ. മോൾക്ക് ഇന്ന് ഞാൻ തരുന്നു 9.5 out of 10. താങ്ക് യു സർ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് തരുന്നു 10 on 10. So 29.25 out of 30. Oh my god. Again, ടോപ്പ് സിംഗർ സീസൺ 2 കണ്ടസ്റ്റൻസ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമൃതവർഷിണിയുടെ റെക്കോർഡ് അമൃതവർഷിണി തന്നെ പൊട്ടിച്ചു വിത്ത് ദി ഹയസ്റ്റ് എവർ ആൻഡ് യു ഗെറ്റ് എ ഗോൾഡൻ ക്രൗൺ. ആടിയൊരു അമൃത് പോക്കറ്റിലോണപ്പാ. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ. ഇന്ന് മുതൽ നമ്മുടെ ഇവിടെ കോമഡി റൗണ്ട് തുടങ്ങാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു കഥയൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതിന്ന് ആദ്യം വരുന്നത് നമ്മുടെ ശ്രീദേവ് അവന്റെ കുറച്ച് ഫ്രണ്ട്സും ആണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീദേവിനെയും ഫ്രണ്ട്സിനെയും. വെൽക്കം.
എന്താണ് ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? ഞാൻ മച്ചാനെ ഒന്ന് കാണാൻ വന്നതാ. മച്ചാൻ ഇപ്പൊ വരും. എന്താ കാര്യം? ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. നടന്നു വരുന്നേ? ഈ മാസത്തെ വണ്ടിക്കൂലി മൊത്തം എടുത്ത് മുടി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്തു. സീനാകെ ഡാർക്കായി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി? ഉച്ചക്കത്തേക്കുള്ളത് ദേ പിടിച്ചു മേടിച്ചിട്ടുണ്ട്. ആ അത് പൊളിച്ച്. അല്ല ടീമേ, ഇതിൽ ഏതിലാ ഐറ്റം ഉള്ളത്? ഐറ്റോ? എന്ത് ഐറ്റം? എടാ മുട്ട കുറിച്ചത് ഏതിലാ ഉള്ളതെന്ന്. ആ അതോ, അത് ഇതിലാ. ആ എങ്കിൽ അത് ഈ മച്ചാന്റെ വങ്ക മാറ്റി വെച്ചേക്ക്. മച്ചാനെ ഒരു പണിയുണ്ട്. അയ്യോ, പണിക്ക് മാത്രം ഞാൻ പോകത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ലേടാ? അയ്യോ അതല്ല മച്ചാനെ, ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന്. എന്ത് കിട്ടും? വൈകുന്നേരത്തെ ചായയും പഴംപൊരി. ഓക്കെ ഡീൽ. പറ, ആരെയാ സൈസാക്കണ്ടേ? അയ്യോ ആരെയും തല്ലുവൊന്നും വേണ്ട. പിന്നെ ഈ തീയതിങ്ങനെ എന്റെ അച്ഛൻ വരും. അച്ഛനെ കോളേജിന്റെ കോമ്പൗണ്ടിൽ പോലും കേട്ടാതെ എന്തേലും പറഞ്ഞ് തിരിച്ചു വിടണം. നീ പോയി ചായക്കും പഴംപൊരിക്കും ഓർഡർ കൊടുത്തോ. ഏത് ഞാൻ സെറ്റാക്കിക്കോളാം. താങ്ക്സ് മച്ചാനെ. മച്ചാനെ ദേ മച്ചാന്റെ കാന്താരി ഇരുന്നു. ആ വായി നോക്കി അവിടെ നിപ്പുണ്ട്. അവന്റെ കാര്യത്തിൽ നീ ഇന്നെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എടി അവൻ തല്ലിപ്പൊളിയാന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ കോളേജിൽ കുറച്ച് ഗ്ലാമർ ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. അതാ അവൻ എന്റെ പുറകെ നടക്കുന്നത്. ആ നിന്റെ ഈ അഹങ്കാര വർത്താനമേ അവന്റെ മുഖത്ത് നോക്കി ഒറ്റ തവണ പറഞ്ഞാ മതി. പിന്നെ അവൻ നിന്റെ പുറകെ വരത്തില്ല. അവളുടെ ഒരു ഗ്രാമർ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ദേ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടക്കരുതെന്ന്. ദേഷ്യം വരുമ്പോ എന്റെ കാന്താരിനെ കാണാൻ എന്ത് രസമാ. കാന്താരിയോ? ആരുടെ കാന്താരി? ഞാനൊരു കലിപ്പനാന്ന എല്ലാവരും പറയുന്നേ. അപ്പൊ നീ കലിപ്പന്റെ കാന്താരി. ആ മിക്കവാറും കാന്താരി പൊട്ടിച്ചേ തന്റെ കണ്ണി തെക്കും ഞാൻ. എടി നീ എന്ത് ചെയ്താലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ. മുത്തിങ്ങ് വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. കയ്യെന്ന് വിടറാ. അയ്യോ മച്ചാനെ അവളെ തല്ലിട്ട് നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? അവിടെ ഒരു അഹങ്കാരം. വാടാ, മച്ചാനെ തല്ലി അവളെ കൊണ്ടേ നമുക്ക് മാപ്പ് പറിക്കണം. നിക്കടി അവിടെ.
വിചാരമുണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന്. എന്റെ ചേട്ടനാരാ നിനക്കറിയോ? ഇവിടുത്തെ പ്രധാന ഗുണ്ടയാ അണ്ണിരായൻ. കണ്ണൂർ നോക്കടാ. നിന്നോടൊക്കെ ദൈവം ചോദിക്കും, എന്റെ പെങ്ങളിട്ട് കഷ്ടപ്പെടുത്തില്ലേ, നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അങ്ങോട്ടില്ല നിന്നോട്. പെങ്ങളെ ഓടിക്കോ. അയ്യോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ. പൊളിച്ചടക്കി ശ്രീദേവ്, ഒരു രക്ഷയില്ല. എന്താണ് ഇപ്പൊ കണ്ടത്? ഞാൻ ശ്രീദേവിന്റെ അടുത്തുനിന്ന് നല്ല ആക്ടർ ടൈമിങ് ശ്രീദേവിന് ഉഗ്രനാണ്. ഡയലോഗ് ഡെലിവറിയിൽ മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നസെന്റ് ആയിട്ട് വന്നപ്പോൾ ശ്രീദേവ്, പക്ഷേ ഇന്ന് ഒരു ഫുൾ പാക്കേജ് ആയിട്ട് പാട്ട് പാടുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഡയലോഗ് പറഞ്ഞ് പിന്നെ പാട്ടിലും നല്ല പവറിൽ ശ്രീദേവ് പാടി. ഒരു രക്ഷയില്ല. എനിക്കിവിടെ വന്നപ്പം ഫസ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളെല്ലാവരും വന്ന് സ്റ്റേജിൽ നിന്നപ്പം കുറേ നേരം ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ ഇവിടുന്ന് നോക്കുമ്പം റൈറ്റ് സൈഡിലുള്ള ബ്ലൂ ഡ്രസ്സ് ഇട്ട കുട്ടിയാണ് ശ്രീദേവ് എന്നാണ് വിചാരിച്ച് ഞാൻ ഇരുന്നത്. പിന്നെ പെട്ടെന്ന് ഇവർ സംസാരിച്ച് സ്ക്രിപ്റ്റ് തുടങ്ങിയപ്പം എനിക്കൊരു അപ്പം ഇത് ശ്രീദേവ് അല്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് ശ്രീദേവാണ്, ഈ ബ്രൗൺ ഷർട്ട് ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് നമ്മളുടെ ശ്രീദേവ് ബാക്കിൽ മെയിൻ റൗഡി ദാദാ ബാക്കിൽ നിന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലായി. സ്പൈക്കൊക്കെ ചെയ്ത് എന്തായാലും ഉഗ്രനായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അടിപൊളി. മോളുടെ പേരെന്താണ്? എന്റെ പേര് ഐശ്വര്യ. ഐശ്വര്യ ഏത് ക്ലാസ് പഠിക്കുന്നു? ഞാൻ 7th. ശ്രീദേവ് ഏത് ക്ലാസ് പഠിക്കുന്നു? ഞാൻ 4ല്. പിന്നെ ഇതിന്റെ ഒക്കെ ഒപ്പം ഇടക്കിടക്ക് മറ്റേ ആ ഒരു കോമിക്കൽ വോയിസിൽ രാക്ഷസി പാടിയ ശ്രീനന്ദിന് വലിയൊരു കയ്യടിയാണ്. അതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ പാട്ട് ശരിക്കും ഫുള്ളായത്. അത് നേരിട്ട് കുട്ടികളുടെ അടുത്ത് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ശ്രീദേവ് കൂട്ടുകാർ ഇങ്ങനെ കയറി ഷൈൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ചേച്ചി? അതെന്താണെന്നൊന്ന് പറ. അത് ആ ആള് തന്നെ പറയും. എന്താണ് അത്? ഞാൻ രാക്ഷസി നോക്കി വിളിച്ച അനു മാമിനെ. അതെന്നെ പരിപാടി എന്നാ പരിപാടിയായത്? എന്ന് കണ്ട രാക്ഷസി പോലെ തോന്നുന്നു. അങ്ങനെയൊന്നല്ല, ഞാന് കണ്ണമ്മ എൻ കാതലി എന്നൊക്കെ വിളിച്ചിട്ട് എനിക്കൊരു പൂ തന്നു. തന്നില്ല നിനക്ക്. പക്ഷെ എന്റെ കയ്യിലെത്തിയില്ലല്ലോ. പക്ഷെ രാക്ഷസി എന്ന് വിളിക്കേണ്ടി വന്നു അല്ലേ ഒരു പൂ കിട്ടണമെങ്കിൽ. അപ്പോഴെടുത്ത് എറിഞ്ഞ് ഞാൻ വരുന്നു. എന്നാലും എന്നെ രാക്ഷസിന്ന് എങ്ങനെ വിളിക്കാം തോന്നിയടാ. നീ വേണമെങ്കിൽ നല്ലതെന്തെങ്കിലും പാടി കൊടുത്തേക്ക്, പാവുണ്ട്. കണ്ണമ്മ എൻ കണ്ണമ്മ ആടി കണ്ണമ്മ നെല്ലമ്മ എൻ കാതലി. എന്താ ഒരു ഫീല്. വളരെ ഹാപ്പിയായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാനൊന്നുമില്ല. ഈ രാക്ഷസി ആ ഒരു സീന്റെ ഒരു ജാലം എന്ത് പറയാനാ. അയ്യോ അസാധ്യമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഐശ്വര്യ നല്ലൊരു നടിയാൻ പോകുന്നു എനിക്ക്. വളരെ സിങ്ക് അല്ലേ, ഡയലോഗ്സിന്റെ സിങ്ക് അസാധ്യമായിരുന്നു. പിന്നെ ഒരു മുഖഭാവങ്ങളൊക്കെ ഒരു തൃഷയുടെ ഛായ ഉണ്ടോ എന്നൊരു സംശയം. നല്ല ഭംഗിയാ. പക്ഷെ എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഈ ഒരു വൺ സൈഡ് ഹെയർ ഉള്ള ഒരു മോന്, എന്താടാ പേര്? വൺ സൈഡ് പല്ല് പോയല്ലോ. എന്നാലും അവന് പിന്നെ എല്ലാവരും ഡയലോഗ് പറഞ്ഞതും ചിരിയും കള്ളിയും അസാധ്യമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ കേട്ടോ. ഈ കുട്ടി ജീൻസും ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇട്ടിട്ട് ഭരതനാട്യം കളിച്ചില്ലേ? നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാനായിട്ട്. എന്തിനാണ് കിളിക്കൊഞ്ചലുകൾ ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം. ശ്രീദേവ് കുട്ടാ, എന്തോ കാലേക്ക് ഇവിടെ തിമിർത്ത് മറിച്ചു വന്ന് കേട്ടോ. പാട്ടും വളരെ നന്നായിട്ട് നല്ല എനർജറ്റിക് ആയിരുന്നു. എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട് പാടി. എനിക്ക് ആ സ്വരങ്ങൾ പാടിയ ഭാഗം
വന്നല്ലോ വനമാല, ദേ വന്നല്ലോ. അവൻ സ്വന്തം ഞെട്ടിപ്പോയി. അതെ, ഇതൊക്കെ വന്നു. കിട്ടിയോ? ഞാൻ ക്ലാസിക്കൽ അധികം പഠിച്ചിട്ടില്ലാത്തോണ്ട് എന്റെ ആദ്യത്തെ സ്വരങ്ങളുടെ പാട്ടായത്. ആണോ? ഓ, ആദ്യമായിട്ട് സ്വരം പാടിയത് ഇതാണ്, ഈ പാട്ടിലാണല്ലേ? ഓ, എന്തായാലും കലക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്ര നന്നായല്ലോ, ഇത്ര മനോഹരമായിട്ട് ചെയ്തല്ലോ. ഓക്കെ, സ്പെഷ്യൽ അപ്രിസിയേഷൻ. വെരി ഗുഡ്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. God bless you all. മോൻ്റെ പാട്ടിനെ കുറിച്ച് അങ്കിളിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയാൻ, മോശം എന്ന് പറയാൻ ഒന്നുമില്ല. കാരണം മോൻ ഇന്ന് ഈ പാട്ട് പെർഫോം ചെയ്യുമ്പം ഇതൊരു പാക്കേജിലൂടെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് വന്ന് വടിമൂലത്ത് നിന്ന് രാക്ഷസീന്ന് പാടിയാൽ കിട്ടില്ല. അതാണ് മോൻ ഇന്ന് വന്നിട്ട് ആ എൻറ്റയർ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഉണ്ടായ ശ്രീദേവും ഇന്ന് പാട്ടും പെർഫോമൻസും എല്ലാം ഒരുമിച്ച് ടൈറ്റായിട്ട് കയ്യിലിരുന്ന് നമ്മളുടെ ഇംപ്രസ് ചെയ്യുന്ന ശ്രീദേവിലേക്ക് മാറുന്നൊരു മാറ്റമില്ലേ, അതിന് വലിയൊരു കയ്യടി നമ്മളെല്ലാവരും തരാണ് ശ്രീദേവി. കാരണം 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും കൊറിയോഗ്രാഫി, അതേപോലത്തെ കുറേ കുട്ടികളെ ഒരുമിച്ച് സ്റ്റേജിൽ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു എഫക്റ്റാണ്. നിങ്ങൾ ചെറിയ കുട്ടികൾ ഇത്രയും നാൾ ഇവിടെ ചെറിയ കുട്ടികളുടെ പാട്ട് വലിയ ആൾക്കാരുടെ ഒപ്പം പിടിപ്പിക്കുന്നു എന്നുള്ളൊരു അഭിമാനമാണ് നമ്മളുടെ ടോപ്പ് സിംഗറിനുണ്ടായത്. ഇന്ന് ചെറിയ കുട്ടികളുടെ പാട്ട് മാത്രമല്ല, ചെറിയ കുട്ടികളുടെ ആക്ടിങ് വരെ വലിയ ആൾക്കാരുടെ സിനിമ കാണുമ്പോൾ കിട്ടുന്ന എഫക്റ്റാണ് നിങ്ങൾ തരുന്നത്. അത് എപ്പോഴും ഇതുപോലെ തന്നെ വരട്ടെ. ഇനിയും മോൻ ഇതുപോലത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ശ്രീദേവിന്റെ കയ്യിലുള്ള ചില മരുന്നുകൾ ഇവിടെ വേറെ ആരടുത്തും ഇല്ല എന്ന് ശ്രീദേവി ഇനിയും എന്തൊക്കെയോ വരാനുണ്ടെന്ന് തോന്നുന്നു. ഇത് വെറും ഒരു മരുന്ന് അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളി, നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങളോട് പറയുന്നു നമ്മൾ ഇത്രയും നല്ല പെർഫോമൻസ് ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന്. ശ്രീദേവ് കുട്ടാ, എന്തോ ആദ്യം നിന്നെ അഭിനന്ദിക്കേണ്ടത് നിന്റെ ലിപ്സിങ്ക്. പറയാതിരിക്കാൻ പറ്റില്ല. നിന്റെ മാത്രമല്ല, ഇത്രയും കുട്ടികളും ഇത്രയും കൃത്യമായിട്ട് ലിപ്സിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒരു സ്കിറ്റിനകത്ത് ഞാൻ മോഹൻലാലിൻ്റെ കൂടെ ഓസ്ട്രേലിയയിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പോയി. എന്ത് ചെയ്താൽ ചില സ്ഥലങ്ങളൊന്നും കറക്റ്റായിട്ട് വരില്ല. പിന്നെ കൈയൊക്കെ ഇട്ട് മറച്ചിട്ടാണ് നമ്മൾ ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. ഇത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും കൃത്യമായിട്ടാണ് ലിപ്സിങ്ക്. അതുപോലെ ഡാൻസ് ചെയ്ത് ഗംഭീരമായി. എനിക്ക് ഇന്ന് നീ എന്നെ ഞെട്ടിച്ചളഞ്ഞടാ. ആ സ്വരം ഞാൻ ഇഞ്ഞെടുത്ത് കേട്ടോ, സാരമില്ല. എന്നാലും ഓക്കെ ആയിരുന്നത്. കാരണം ആ സമയത്ത് ഇത്രയും ഉള്ളപ്പോൾ പിന്നെ ഒരു രാക്ഷസിയുടെ മേളിൽ ചാടി കയറിയില്ലേ, അങ്ങനെ പാടാൻ പറ്റൂടെ ആ സമയത്ത്? പാടി. ആ കാര്യം കേറുമ്പോഴത്തേക്ക് പ്രയാസമല്ലേ, വേറൊരാളുടെ തലയിലോട്ട് കയറിയിരിക്കുമ്പോഴ്. എന്നാലും നീ തകർത്ത് കേട്ടാ. അതുപോലെ തന്നെ ഈ ഐശ്വര്യയുടെ നീ രക്ഷപ്പെട്ടു കേട്ടാ. എന്താ കാര്യം പറ? എന്താ കാര്യം? നിങ്ങൾ തന്നെ പറ. അന്യരായ അവന് ചേട്ടനുണ്ടല്ലോ, അതുകൊണ്ടാ. അല്ല, ചേട്ടൻ വെറും കിളി വന്നിട്ടില്ലേ, അതല്ല. പ്രശ്നം? ആ, അദ്ദേഹം ഒരു തൊഴി കൊടുത്ത് കണ്ടായിരുന്നു. രാക്ഷസിയെ ഒരു തൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. രാക്ഷസിയുടെ കിളി പോയി കുറച്ച് നേരത്തേക്ക്. അത് നിനക്ക് കിട്ടായിരുന്ന നിന്റെ ഭാഗ്യം. വേണ്ടല്ലേ? അപ്പൊ ഇപ്പോഴാണ് കിട്ടിയതല്ലേ? വേണ്ടല്ലേടാ? ഒരിക്കലും വേണ്ട മോളെ. കറക്റ്റ് കിക്ക് ആയിരുന്നു കേട്ടോ. ഓ, എന്താ സംഭവം. ഇത് വേറെ ടൈമിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. കാരണം ഒരുപാട് പേര് അഭിനയിക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും പ്രശ്നം നമ്മുടെ ബാലൻ കെ നായർ സാറിനാണ്.
സാറിന് വികാരം വന്നു കഴിഞ്ഞാൽ ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൈക്കിൽ ഇടിക്കുന്ന ഇങ്ങനെ ഇടിക്കുമ്പോൾ നമ്മൾ മുഖം ഇങ്ങനെ ആക്കുമല്ലോ, അദ്ദേഹം ശരിക്കും ഇടിക്കും. അയ്യോ, അപ്പൊ ആ ടൈമിങ്ങിലും മോള് വിജയിച്ചിരിക്കും. അതുപോലെ ശ്രീനന്ദ് കലക്കിടാൻ മോനെ, കറക്റ്റ് ടൈമിങ്. വോയിസ് എങ്ങനെയായിരുന്നു പാടി ഒന്ന് കേൾക്കട്ടെ. ഓക്കെ, എന്തായാലും മോനെ മോൻ പാട്ട് സൂപ്പറായിട്ട് പാടിയിട്ടു. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോൻ്റെ കയ്യിൽ നിന്ന്. കാരണം എല്ലാ സ്ഥലങ്ങളും വളരെ മനോഹരമായിരുന്നു, എക്സെപ്റ്റ് ആ സ്വരത്തിന്റെ ഒരു ശകലം മാത്രം. അത് പാടിയിട്ട് സ്വന്തമായിട്ട് ആഹാന്ന് പറഞ്ഞില്ല. അത് ഇവരെല്ലാരും കൂടി സഹായിച്ചില്ലെങ്കിൽ ഈ പെർഫോമൻസ് ഞാൻ ഇങ്ങനെ പാടേണ്ടി വരികയായിരുന്നു. ടീം വർക്കാണ് അല്ലേ? ഇതൊരു ടീം വർക്കാണ്. മോനെ ഹലോ, എന്തിനാ മോനെ ഇങ്ങനെ വളർത്തുന്നത്? ഡാൻസ് പഠിക്കുന്നുണ്ട്. അല്ല ഡാൻസ് പഠിക്കുന്നതിന് ഇതൊരു മേഘയല്ലോ. അല്ല ഡാൻസ് പഠിക്കുന്നതിന് ഇങ്ങനെ വേണോ? അത് വേണോ? ആവശ്യമാണോ? അല്ല, എന്നാലും ഇച്ചിരി സ്റ്റൈലൊക്കെ അയ്യോ, സിനിമാറ്റിക് ഡാൻസ് ആണോ മോനെ? അല്ലല്ല, പിന്നെ ഭരതനാട്യം, വെസ്റ്റേൺ ഡാൻസ്. വെസ്റ്റേൺ ഡാൻസ്. എടേ നീ എന്താടാ ഇങ്ങനെ തലമുടി ഒരു സൈഡിലോട്ട് ഇട്ടിരിക്കുന്നത്? അത് ഭംഗിയുണ്ട്. കാറ്റ് വരാൻ ഇഷ്ടപ്പെട്ടു. ഫുൾ ടൈം കാറ്റടിച്ചോണ്ടിരിക്കുക. അതെന്താണ് അങ്ങനെ വെട്ടിയത്? വെറുതെ ഒരു രസം. വെറുതെ അങ്ങനെ വിട്ടുവോ നീ? അയ്യോ, അങ്ങനെ വിട്ടുവോ നീ? എനിക്കറിയാൻ പാടില്ല. അല്ല ഇങ്ങനൊരു വേദിയിലൊക്കെ വരുന്നതല്ലേ, വെട്ടുവോ നീ? വെട്ടുവോ ഇല്ലേ എന്ന് പറയാ, എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. ഇല്ല, വെട്ടും. ചുമ്മാ പേടിച്ചു പോയി. നീ സ്റ്റൈലായിട്ട് വെട്ടിക്കും. എന്തായാലും ടോട്ടലി നിങ്ങളുടെ എല്ലാവരുടെയും പ്രകടനം ഇറ്റ് വാസ് എക്സലന്റ്. താങ്ക് യു സർ. എന്തായിരിക്കും ഗ്രേഡ്? ഐ തിങ്ക് ഗോൾഡൻ ക്രൗൺ ആവാനാണ്. അയ്യോ ഒരിക്കലില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. സ്ഥാനത്തായിരിക്കും. ഇല്ലല്ല മോനെ, അങ്ങനത്തെ കടുങ്കയൊന്നും ഞങ്ങൾ അങ്ങനത്തെ ഇല്ലല്ല. ഇല്ല ഇല്ല മോനെ, ഒരിക്കലും ഞങ്ങൾക്ക് അല്ലേ നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ അടുത്ത് ഞങ്ങൾ ഗോൾഡൻ കൊടുക്കൂ? ഇല്ല, അങ്ങനെയൊക്കെ ദ്രോഹം ഞങ്ങൾ ചെയ്യോ? ഒരിക്കലും. ഗോൾഡൻ കൊടുക്കുന്ന ദ്രോഹമല്ല, പിന്നെ എനിക്ക് സന്തോഷിപ്പിക്കല്ലേ നിങ്ങൾ. അങ്ങനെയാണോ? സന്തോഷിപ്പിക്കല്ലേ? അല്ല ഞങ്ങൾ ഇന്ന് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നീ എന്തായാലും സന്തോഷിച്ചല്ലോ, കാരണം ഒരു പെണ്ണിന്റെ പുറകെ പോയി, അപ്പൊ ഒരു ഡബിൾ ഒക്കെ മതി. ഐറ്റുവിന്റെ പുറകെ പോയത് കൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. അതുകൊണ്ടാണ് മിനുട്ടി ചേച്ചിയുടെ പുറകെ വരും എന്നെ പെണ്ണ്. ആശാന്റെ നെഞ്ചത്ത് കളരിക്ക് പുറത്ത്. നിന്റെ മാർക്ക് 9.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ശ്രീദേവിന്റെ മാർക്ക് ഒരാൾക്ക് കറക്റ്റായിട്ട് ഞാൻ എടുത്ത മാർക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ശ്രീനന്ദ്, എന്തായിരിക്കും അങ്കിൾ ശ്രീദേവിന് ഇന്ന് കൊടുക്കുന്നത്? നല്ല മാർക്ക് പറയണേ. 9.25. പെർഫെക്റ്റ്, 9.25. താങ്ക് യു സർ. ഞാനും അനുമാമും ചേർന്ന് മോനെ തരുന്നു 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. അപ്പൊ ഡബിൾ വാവ് അടിച്ചല്ലോ മോനെ. ഇല്ലടാ, ഗോൾഡൻ ക്രൗൺ അടിച്ചു മോനെ. 28 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. ശ്രീദേവ്, എന്തോ? ശ്രീദേവിന് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? 28ന്റെ എന്താ? ശ്രീദേവ് ഇന്ന് വരെ ടോപ്പ് സിംഗറിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ പെർഫോമൻസ് ഇന്നാണ്. ആൻഡ് ഫോർ ദാറ്റ് യു ഗെറ്റ് എ ഗോൾഡൻ ക്രൗൺ. അടി ഒരു രാക്ഷസി പൂക്കുറ്റി. Congratulations, you are awarded a golden crown. Thank you sir. Thank you കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. വിസ്മയ സംഗീത വിരുന്നിലെ നമ്മുടെ അനുഗ്രഹ കുസൃതി കൊടുക്ക വെൽക്കം മേഘന കുട്ടി ഓൺ സ്റ്റേജ്. പാവ കുഞ്ഞാണോ ഇത്? അങ്ങനല്ല, തുണിയിൽ പൊതിഞ്ഞ മേഘന. അതെ, ഗിൽറ്റിൽ പൊതിഞ്ഞ മേഘന. ഇതോ അല്ലെ ഒരു പഞ്ഞിയിൽ പൊതിഞ്ഞ സുന്ദരിക്കുട്ടി. ഇതോ ആ ഇത് ഗിൽറ്റ് അല്ല, പിന്നെ മുത്ത അമ്മ രാത്രി കഷ്ടപ്പെട്ട് ഒട്ടിച്ചത്. ആണോ? അയ്യോ, എന്റെ മുത്തിനെ മുത്തൊട്ടിച്ച അമ്മ കഷ്ടപ്പെട്ട് മുത്തൊട്ടിച്ചതേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ
ആ ഷൂസ് കണ്ടോ? ഷൂസിനും തിളങ്ങുന്നുണ്ടല്ലോ. ഉണ്ടുണ്ട്. അതാണോ അന്നിട്ടാണോ? ഓ അതാണോ? മേഘന കുട്ടി, എനിക്കിത് കഴിയുമ്പോഴത്തേക്ക് ഈ ഉടുപ്പ് എനിക്ക് തരൂ. എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അയ്യോ, എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഇടാനാ. അതെന്താ? പ്ലീസ് 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 പ്ലീസ്. പാട്ടറിഞ്ഞാ മതി, അതാ നല്ലത്. അല്ല, പാട്ടറിയാം. പാട്ട് പാടി കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം എനിക്ക് തരുമോ ഈ ഉടുപ്പ്? ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് രാത്രി മോള് പോവാൻ നേരത്ത്. അത് പറ്റില്ല, അത് അയ്യോ, എനിക്ക് നാളെ ഒരു പ്രോഗ്രാം. അതായാലും മതി. എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഇടാനാ. ഈ ഉടുപ്പ് നന്നായിട്ട് മാച്ച് ചെയ്യില്ലേ ശ്രീകുട്ടൻ അങ്കിളിന്? അതെ ഇല്ലേ? ഇട്ട സുന്ദരനായിരിക്കത്തില്ല. എന്താ ഇത് കൊടുത്താൽ എന്താ പ്രശ്നം? അതെ, ഇത് സൈസ് പോരാ അല്ലേ? ഇതിനേക്കാൾ വലുത് വേണമല്ലേ? ഇതുവരെ ഇരിക്കുള്ളൂ, അതാ പ്രശ്നം. MG അങ്കിളിന് മാലയാക്കി ഇടാൻ വേണ്ടിട്ടാണ് ഈ ഉടുപ്പ്. എനിക്ക് വയറ് കാണണം വെളിയില്. ഇതുവരെ ഇട്ടിട്ട് വയറ് കണ്ടിട്ട് പിന്നെ പാന്റ് ഇടും. കാണട്ടെ. അയ്യോ, അത് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അത് കുഴപ്പമുണ്ട്, അങ്ങനെയൊന്നും വേണ്ട. ഞാൻ തരില്ല, തരില്ല, തരില്ല. അതൊന്നും തരുമൊന്നുമില്ല. ഇച്ചി ഇറക്കം കൂട്ടിട്ട് വേണം തരാം അല്ലേ? ഇതുപോലത്തെ വേറെ സ്റ്റിച്ച് ചെയ്ത് തരാം. എനിക്ക് തരണം എന്തായാലും. കാരണം ഇതുപോലത്തെ വലിയത് സ്റ്റിച്ച് ചെയ്ത് തരാം. എനിക്ക് വലുതുണ്ട്, എനിക്കിത് മതി. ഓക്കെ. ഏത് പാട്ടാ? ഡോള്. എന്റെ ഡോള് കൊണ്ടുവന്നോ? അപ്പൊ ഡോള് കൊണ്ടുവന്ന ഡോള് കൊണ്ടുതരാന്ന് പറഞ്ഞില്ലേ? മറന്നു. വെരി ബാഡ്. അപ്പം നാളെ ഞാൻ ഡോള് തരുമ്പം മോൾ ഇത് എനിക്ക് തരും. എൽസ ഡോൾ അല്ലേ? നാളെ ആവുമ്പോഴത്തേക്ക് തയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇത് മതി മോളെ. ഓക്കെ, നമുക്ക് തരാം. പക്ഷെ അവരെ ഇട്ട് കാണിക്കണം. അച്ഛന്റെ ഡ്രസ്. അതെന്താ? അതെങ്ങനെ? ഡ്രസ് തരാന്ന്. എനിക്ക് അച്ഛന്റെ ഡ്രസ് ഒന്നും വേണ്ട. അല്ല, അച്ഛന്റെ ഡ്രസ് ഇട്ടാല് സുന്ദരിയാവും അല്ലേ? സുന്ദരിയാവും. അച്ഛന്റെ ഡ്രസ്. എനിക്ക് എന്റെ മേഘന കുട്ടിയുടെ ഡ്രസ് തന്നെ വേണം നാളെ. ഓക്കെ, തരാം. മെഗു, ഇതുപോലത്തെ വേറെ ഉണ്ട്. അത് എനിക്ക് വേറെ വേണ്ട, എനിക്കിത് മതി. എനിക്കിത് മതി. എനിക്കിത് മതി. ഓക്കെ, തരാം. നമ്മള് പുതിയത് നമ്മള് കഴിക്കാം. എനിക്കിത് മതി. മേഘന, കരയണ്ടാന്ന് പറ. മതി. ഓക്കെ മേഘന, പക്ഷെ നമ്മള് തന്ന ഇത് ഇട്ട് കാണിക്കണമെന്ന് പറയണം. ഇതിട്ട് കാണിക്കണം. തീർച്ചയായിട്ടും കാണിക്കാം. ഞാനൊന്ന് സങ്കല്പിക്കരുത്. ചേട്ടൻ ഇത് കഴുത്ത് വരെയും വയറൊക്കെ ഉള്ള ഒരു സങ്കല്പിക്കരുത്. ചേഞ്ച്. ആരാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്ത? ചേഞ്ച് വേണമെങ്കിൽ ചേഞ്ച് തരാം. ഏത് പാട്ടാ മോളെ? ഓ മലയാളെ കണ്ടു ഞാൻ. ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. കൂടെ ചോദിച്ചാൽ ചോദിച്ചാൽ ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. മോളെ ചക്കരെ, ഏത് പാട്ടാ? நான் ஒரு தடவை சொன்னா അവൾ പേടിച്ചു ഡയലോഗ് പറയാൻ വന്നതായിരുന്നു. അല്ല, അവള് പറയട്ടെ. കളഞ്ഞ് ഇത് പറഞ്ഞ ആളുടെ ശബ്ദാണത്, രജനി സാർ. മോള് പറഞ്ഞു. ആരും മിണ്ടരുത്. நான் ஒரு தடவை சொன்ன மாதிரி நான் 100 പ്രാവശ്യം പറഞ്ഞ പോലെയാ. അത് മലയാളത്തിലേക്ക് ആക്കി. ഓ, മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്തു, അവിയല് പോലെ ആക്കി. മോള് പാടുന്ന പാട്ടേന്നറിയാലേ മെനുകുട്ടി? അറിയാമോ? ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. അങ്ങനെയാണോ? ഓ മലയാളെ അങ്ങനല്ല. ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പെയ്തിറങ്ങിയ നീലരാവിൽ. ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. കൊള്ളാലോ. അവളിപ്പോ നോക്കിക്കോണം, പാടുന്നതിന് മുമ്പ് അവള് സീരിയസ് ആവും, പാട്ടൊക്കെ ശ്രദ്ധിക്കും. ശ്രദ്ധിച്ച് വെച്ച് എന്ത് വാങ്ങിക്കും? ഗോൾഡൻ ഡ്രം. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓ മലയാളെ കണ്ടു ഞാൻ
ചാർത്തും ഞാൻ ഈ നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. മേഘനക്കുട്ടി, എന്തെന്തോ ഇന്ന് പാടിയ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? മേഘനക്കുട്ടി ഒന്ന് പറഞ്ഞേ. സാധാരണ മേഘനക്കുട്ടി പാടുന്നത് വെച്ച് നോക്കുമ്പോൾ വാവക്കുട്ടി ഇന്ന് പാടിയ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും ബെസ്റ്റ് ആണോ അല്ല കുഴപ്പമില്ല എന്നേ ഉള്ളോ? നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിരുന്നോ പാട്ടില്? എന്താ ഏതാ പറയാന്ന് പറഞ്ഞോ, സത്യസന്ധ കൊറേ ഉണ്ടോ അപ്പോ? ഇല്ല. ഒന്നുമില്ലേ? സത്യമായിട്ട് പറയണം. ആ. എവിടെയെങ്കിലും ഇത് കുറച്ചുകൂടി നമ്മൾ കറക്റ്റായി പാടാം, അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ലല്ലോ, താളം 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 പോയോ, അല്ലെങ്കിൽ ശ്രുതി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? ഇടയ്ക്ക് തൊണ്ട ഗിറുഗിറുന്ന്. ഗിരി വന്നു. പിന്നെ പിന്നെ ഒന്നുമില്ല. പിന്നെ പോയോ? ഇല്ല. ഒന്നും പോയി. എല്ലാം കറക്റ്റായിട്ട് പാടിയോ? ആ അങ്ങനെ തോന്നിയോ? ആ മനസ്സിൽ വന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഗോൾഡൻ ക്രൗൺ കിട്ടുന്ന. അല്ല, ഇപ്പൊ ഈ ഗോൾഡൻ ക്രൗണ്ടിന്റെ മുകളിലാണോ കയറി പിടിച്ചിരിക്കുന്നത്? അതെ. ഇതുപോലെ മേഘനക്കുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇവിടെ, വന്നാൽ ഞാൻ ഇന്ന് ഗോൾഡൻ ക്രൗണേ വാങ്ങിക്കുള്ളൂ എന്ന് പറയുന്നത്. അതാരാ അത്? ഇപ്പം മിയയും മേഘനയും എല്ലാം ഗോൾഡൻ ക്രൗണിന് വേണ്ടിയാണ് പാട്ട് പാടുന്നത് അല്ലേ? ആ, അത് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ ഐഡിയാസ് ഒക്കെ? എന്താ ഇടയ്ക്ക് എഴുന്നിട്ട് പാട്ട് പഠിക്കുമ്പോ 3 പേരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് പാട്ടിങ്ങനെ കേട്ട് 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 പഠിക്കും. ശരി, ഓക്കെ. പിന്നെ ലാസ്റ്റ് വന്നപ്പം മോളുടെ താളം ഒന്ന് പോയല്ലോ. പക്ഷെ മോളത് വളരെ ഭംഗിയായിട്ട് അത് കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്ന് പാട്ട് നിർത്താതെ മോൾ കൊണ്ടുപോയില്ലേ, അതിന് കൊടുക്കായി. പാട്ട് പാടിയത് വെച്ച് നോക്കുകയാണെങ്കിൽ മോള് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല നല്ല പാട്ടാണ് പാടിയത്. പക്ഷെ എനിക്ക് തോന്നി കുറച്ചും കൂടി മോൾക്കൊന്ന് ശ്രദ്ധിക്കാം പാട്ടിൻ്റെ മുകളിൽ. ചില സംഭവങ്ങളൊക്കെ ഇതിനേക്കാളും ഭംഗിയായിട്ട് മേഘന മുമ്പേ പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്കിൾ പറയുന്നത് മേഘനക്ക് ഉറപ്പായിട്ടും പാടാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ പാടിയത്. ഈ പാട്ടിന്റെ സെലക്ഷൻ ഒക്കെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഏത് പാട്ടിന്റെ ഹമ്മിങ്ങാ? ഈ പാട്ട് ഞാൻ പാടിയതെന്താ വേറെ പാട്ടിന്റെ ഹമ്മിങ്ങാ? യെസ്, രണ്ടും ഒരുപോലെ തുടങ്ങണേ അല്ലേ? അതിന്റെ ഹമ്മിങ് പാടിയേ? രണ്ടും ഒരുപോലെയാ. രണ്ടാമത്തെ മുതൽ വേറെ വഴിക്ക് പോയല്ലേ? ഒരു നോട്ട്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വളരെ ക്യൂട്ടായിരുന്നു പെർഫോമൻസ് കേട്ടോ, എപ്പോഴത്തെ പോലെ. പക്ഷെ പാട്ടില്ലേ കുറച്ച് ഈ അനുപല്ലവി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി എപ്പോഴും ഒരു ഫോക്കസോടെ. ഇപ്പോഴുള്ള പാട്ടുകളൊക്കെ ഫോക്കസോടല്ലേ പാടുന്നത് അല്ലേ? കണ്ണടച്ച് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെയല്ലേ? അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ബെറ്റർ ആക്കാമോ എന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് ചില സ്ഥലങ്ങളിൽ മാത്രം. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കുമല്ലേ, നമുക്ക് ആക്ഷൻ കാണിക്കാം, പക്ഷെ ആ സംഗതിയും വരണ്ടേ അവിടെ? ആക്ഷൻ അല്ലേ? പക്ഷെ എന്താ വെച്ചാൽ സംഗതി പോയി, പക്ഷെ ആക്ഷൻ വന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ നെക്സ്റ്റ് ടൈം രണ്ടും ഒരുമിച്ച് വരാൻ നമുക്ക് ശ്രമിക്കാം.
അത് മാത്രമാണ്, വേറൊന്നുമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, മേഘനെ പോലെ തന്നെ പാട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെഗുഡു. മോളിന്ന് സൂപ്പറായിട്ട് പാടി കേട്ടോ മോളെ. താങ്ക് യു. ചില സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പാടി. അതായത് ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണ് അവൾ. അതൊന്ന് പാടിക്കാം മോളെ, കേക്കട്ടെ. ഇപ്പൊ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച, ഒരു സെക്കൻഡ്. നമ്മൾ പറയുന്നതിന് മുമ്പ് അവള് പാടി കറക്റ്റ് ശ്രുതിയിൽ. ഒന്ന് പാടിക്കാൻ മോളെ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ. ദേവിയാണ് മീനു. പറഞ്ഞു. ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ. ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താളമാണവൾ, ജീവരാഗമാണവൾ. താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ. താലി ചാർത്തും ഞാനീ നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു. ഐ ലവ് യു ടു. അമ്മ MG അങ്കിളെ, അവക്കൊരു സാധനം വേണമെന്ന്. എന്താ നേരത്തെ ചേച്ചിനോട് ചോദിച്ച എന്താ കൊച്ചിന് വേണ്ടേ? എന്തോ കുടം വേണമെന്ന് പറഞ്ഞില്ലേ മേനക്കുട്ടി ചേച്ചിനോട്? അതെന്താ? പൂവൊക്കെ വെച്ച കുടം. ഒരു പൂവൊക്കെ വെച്ചിട്ട് അതിനകത്ത് മേക്കപ്പ് ഉണ്ടായിരുന്നില്ലേ പണ്ട് MG അങ്കിള് പോകുമ്പോ മേക്കപ്പ് സാധനം ഉണ്ടായിരുന്നു. അത് തിരിച്ചെന്റെ തൊട്ടു. അത് അങ്കിള് തരും. ഞാനെടുത്തു. അങ്കിള് തരും, കൊച്ചിന് കൊടുക്കണം. ഞാനെടുത്തില്ല. അല്ല, എടുത്ത് എനിക്ക് തന്നില്ലേ? തന്നു. ഓ, കഴിഞ്ഞാണോ പോയപ്പോ ഞാൻ എടുത്ത് തന്നു. ഇവളെന്റെ ഒക്കത്തിരുന്ന് കരയുന്നു. വാങ്ങിച്ചിട്ട് അതെന്താ അറിയോ? ഞങ്ങള് മീയും ഞാനും കൂടെ രണ്ടുപേരും ഇവർ രണ്ടും എന്റെ അടുത്ത് വന്നിരുന്ന് കരയുവാ, ചേച്ചി എനിക്ക് യാഡ്ലിയുടെ പൗഡർ വേണം. പൗഡർ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കൊടുത്തല്ലോ. കരയിലോ കരയില്ല. അപ്പൊ ഞാൻ MG അങ്കിൾ എടുത്തത് അങ്കിളെ കരയുന്ന അവക്ക് പൗഡർ വേണമെന്നാ പറയുന്നത്. അങ്കിൾ ഉടനെ അവിടെ ചെന്ന് ആർട്ടിലെ ചേട്ടന്മാരെടുത്തുനിന്ന് ഒരു പൗഡർ എടുത്തോണ്ട് ഇവൾക്ക് കൊടുത്തു. അതപ്പോ അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നോണ്ട് മോളെ തരുമോ ചോദിച്ചു. ഇവിടെ എന്റെ അവിടെ മേൽ കിടന്ന് ഉറങ്ങിപ്പോയപ്പോഴത്തേക്കും അവരത് എടുത്തോണ്ട് പോയി. അതാ പറയുന്നത്, അതവക്ക് വേണം. ആരാ ആർട്ടിലെ ഇവിടെ? എന്റെ കൊച്ചിന്റെ സാധനം ആരാ എടുത്തേ? കൊണ്ടുപോയി. ആരാ ചൂണ്ടിക്കാണിച്ച? ആരാ എടുത്തേ? അങ്കിൾ ഇപ്പൊ ഇടിച്ച് ഇടിച്ച് ഇപ്പൊ മോടെ യാർഡിൽ ഇപ്പൊ ഞാൻ വാങ്ങിച്ചു. ആരാ കൊണ്ടുപോയി? ആരാ കൊണ്ടുപോയത്? എന്റെ കൊച്ചുറങ്ങിയപ്പോ എടുത്തോണ്ട് പോയി. എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, അയാൾക്ക് 2 ഇഡ്ഡിയും കൊടുത്തിട്ട് യാർഡിൽ പൗഡർ കൊണ്ടുതരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ രാഗം എന്താണെന്നറിയോ? ഈ പാട്ടിന് രാഗം എന്താണെന്നറിയോ? എനിക്കറിയില്ല. മീനുട്ടിക്ക് അറിയാം, ചോദിച്ചോ. അറിയായിരുന്നോ? അറിയായിരുന്നോ? കല്യാണി. കല്യാണി അല്ല മീനുട്ടി, അനുരാഗം. അനുരാഗം. അങ്ങനെ ഒരു രാഗമില്ല. അങ്ങനെയുണ്ടെന്ന്. കല്യാണി ഇല്ലാന്ന്. കല്യാണി ഇല്ല. കറക്റ്റ്. സാരി ഗരി പവഗരി സാനിരി സദാ പദ സാരി ഗരി സാ അങ്ങനെയല്ലേ? അപ്പൊ മോഹനാവൂല്ലേ? അതെ, മോഹനം. പക്ഷെ സാനി മാ ഒക്കെ വരുന്നുണ്ട്. കല്യാണിയും വരുന്നുണ്ട്. മോഹന കല്യാണി. അപ്പൊ 2 രാഗം ഏതൊക്കെയാണ്? മോഹനോ കല്യാണി. ഓ, എന്തൊരറിയോ എനിക്ക് വയ്യ. ഞാൻ ഇപ്പൊ അങ്ങനെയാ. അപ്പൊ ഇതൊക്കെ പഠിക്കണം കേട്ടോ മോളെ, ഏത് രാഗമാണ് എന്നൊക്കെ പഠിച്ചിട്ട് വരണം അടുത്തവണ. ഓക്കെ, ഓക്കെ, പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഗേൾ. മീനുട്ടി, ഓ, ഈ ബാഗിൽ നടന്ന കൊല ഏതാണ്? ബാഗിൽ നടന്ന കൊല. ബാഗിൽ നടന്ന കൊല. തോറ്റോ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. ബാഗിൽ നടന്ന കൊല. ബാഗിൽ നടന്ന കൊല എന്നാണോ? അതെ, ബാഗിൽ നടന്ന കൊല. അയ്യോ, ആരെങ്കിലും പറഞ്ഞതാ ബാഗിൽ നടന്ന കൊല. അയ്യോ, അതെന്ത് സാധനം ഞാൻ കേട്ടിട്ടില്ലല്ലോ. ജാലിയൻ വാലാബാഗ് കുട്ടക്കുല. വായിച്ചേ. ജലിയൻ വാല ബാഗ്. അത് ബാഗ് അല്ലേ, ബാഗ് അല്ല. അതായിരുന്നു അതിന്റെ ഉത്തരം.
അത് തെറ്റാണ്. അതാണ് ഉത്തരം. അത് ബാഗല്ല. ജാലിയൻ വാല ബാഗ്. ജാലിയൻ വാല ബാഗ് കൂട്ടക്കുല. മേഘനക്കുട്ടി, എന്തെന്തോ ഇന്ന് അങ്കിള് തരുന്ന മാർക്ക് 8 out of 10. 8 out of 10 അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മേഘനമോൾ, എന്തെന്തോ ദീപു അങ്കിൾ മോൾക്ക് തരുന്നു 7.5. താങ്ക് യു. മധുവങ്കളും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 7.75 out of 10. അത് കേട്ടിട്ടുണ്ടോ? 23.25 out of 30. താങ്ക് യു. താങ്ക് യു. ആടിയൊരു ഗോൾഡൻ പൂക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded a triple wow. 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 താങ്ക് യു. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ഡൺ, നമ്മൾ അടുത്ത പ്രാവശ്യം ഞെട്ടിക്കും. കേട്ടല്ലോ? ഓൾ ദി ബെസ്റ്റ്. പകലിലെ പൊൻവെയിലെ താളമിടാം കൂടെ, പുതുമണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്, പെണ്ണലിട്ടൊരു ഉയരാടി മഞ്ഞുതുള്ളികൾ, കാത്തിരുന്ന കൂട്ടുമായി ചാരിയാടിതാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. MG അങ്ങളെ Amroots. വെൽക്കം അമൃതവർഷിണി ഓൺ സ്റ്റേജ്. യാമിനി കന്യകതൻ മാനസവീണൈ സ്വാഗതഗാനം തുളുമ്പി നിന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സൺഡേ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരും നല്ലോണം എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും അടിപൊളി പെർഫോമൻസും ഒക്കെ ആയിട്ട് വരും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനുട്ടി. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട വ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.